കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് കിറ്റക് സാബു തുടങ്ങി വെച്ച 2020 എന്ന ജനകീയ പ്രസ്ഥാനമാണ്. ഇവിടുത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയക്കാർ നമ്മുടെ നികുതി പണം എടുത്ത് കട്ടുമുടിച്ച് വികസനം മുരടിപ്പിക്കുന്നത് എങ്ങനെ എന്നതിന് ഇഷ്ടം പോലെ ഉദാഹരണം നമുക്ക് ചുറ്റുമുണ്ട്. അവിടെയാണ് നികുതി പണം മിച്ചം വെച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിനെ എങ്ങനെ മാറ്റിമറിക്കാം എന്ന് 2020 തെളിയിച്ചത്. നല്ല റോഡുകൾ, നല്ല സ്കൂളുകൾ, നല്ല വികസന പദ്ധതികൾ, നല്ല തൊഴിലവസരങ്ങൾ എല്ലാം അവിടെ ഒരുക്കി കൊടുത്തു. പഞ്ചായത്ത് ഓഫീസിൽ ഒരു സഹായത്തിന് ചെല്ലുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടും കിഴക്കമ്പലത്തുണ്ടാവില്ല. നിയമവും ചട്ടവും ഒക്കെ പാലിക്കുന്നവർക്ക് കിഴക്കമ്പലത്ത് സുഖമായി ജീവിക്കാം. അവിടെ വില കുറഞ്ഞ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഒരുക്കി കൊടുത്തു. മീനും ഇറച്ചിയും അടക്കം സകല വസ്തുക്കളും വലിയ വിലക്കുറവിൽ കൊടുക്കും. പക്ഷേ സഖാക്കൾ അത് പൂട്ടിച്ചു. അവർ പറഞ്ഞു, ഇങ്ങനെ വില കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ കൊടുത്താൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള വോട്ട് നഷ്ടപ്പെടും, അതുകൊണ്ട് അത് പ്രവർത്തിക്കരുതേ എന്ന് പറഞ്ഞ് അവർ സമരം നടത്തി ബഹളം വെച്ച് അത് പൂട്ടിച്ചു. അങ്ങനെ ഏതെല്ലാം തരത്തിൽ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നു അതിനെല്ലാം ഒന്നുകിൽ തടസ്സം നിൽക്കുക, അല്ലെങ്കിൽ ബോർഡ് വെച്ച് അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുക എന്നതാണ് കിഴക്കമ്പലത്തെ CPM-കാരുടെ രീതി. കിഴക്കമ്പലത്തിന്റെ മുഖഛായ മാറ്റുന്ന ഒരു വലിയ പദ്ധതിക്ക് 2020 ഭരിക്കുന്ന കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുക്കുന്നു. കിഴക്കമ്പലത്തെ ബസ് സ്റ്റാൻഡ് ആധുനികവൽക്കരിക്കുകയാണ്. ലോകോത്തര നിലവാരത്തിലേക്ക് AC ചെയ്ത ബസ് സ്റ്റാൻഡ് കൊണ്ടുവരികയാണ്. വാഹനങ്ങൾക്ക് വരാം, പാർക്ക് ചെയ്യാം. ഇതിനോടനുബന്ധിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും മൂത്രപ്പര, അത് സാധാരണ മൂത്രപ്പരയല്ല, 5 സ്റ്റാർ ഹോട്ടലിലെ പോലെ അത്യാധുനിക സൗകര്യമുള്ള മൂത്രപ്പര, അതുപോലെ വലിയ 5 സ്റ്റാർ സൗകര്യമുള്ള ഹോട്ടല്, ഈ ഹോട്ടലിന് മുകളിൽ ജിമ്മ്, അങ്ങനെ അത്യാഡംബര സൗകര്യങ്ങളോടെ ഒരു ബസ് സ്റ്റാൻഡിന് രൂപകൽപ്പന ചെയ്യുന്നു. ഇവിടെ വരുന്ന സകല മനുഷ്യർക്കും സൗജന്യ ഭക്ഷണം, അതായത് കിഴക്കമ്പലംകാർക്ക് മാത്രമല്ല കിഴക്കമ്പലം കൂടി കടന്നു പോകുന്ന സകലർക്കും അവിടുന്ന് സൗജന്യമായി നല്ല ഒന്നാം തരം ഭക്ഷണം കിട്ടും, അതും 5 സ്റ്റാർ ഭക്ഷണം കിട്ടും. സ്ത്രീകൾക്ക് അവിടെ വന്ന് സൗജന്യമായി ജിമ്മിൽ പരിശീലിക്കാം. അങ്ങനെ എല്ലാ ആധുനിക സൗകര്യങ്ങളോടെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് പിന്നിലായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി 2020. എന്നാൽ CPM-കാർക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവര് അതിന്റെ പ്രവർത്തനം മുഴുവൻ അലോസരപ്പെടുത്തി. അവിടേക്ക് ഇടിച്ചു കയറി അതെല്ലാം തല്ലിപ്പൊളിച്ചു, ബാരിക്കേഡുകൾ നശിപ്പിച്ചു കളഞ്ഞു, ആ ഭാഗത്ത് നിർമ്മാണങ്ങളെല്ലാം ഇല്ലാതാക്കി. എന്നിട്ട് അതിലേക്ക് ബസ് കയറ്റി വിട്ടു. അവിടെ ഒരു താൽക്കാലിക ബസ് സ്റ്റാൻഡും ഉണ്ടാക്കി. എന്ന് വെച്ചാൽ നിർമ്മാണം നടക്കരുത്. ഈ നിർമ്മാണം പ്രത്യേക ഗതാഗത സൗകര്യം ഒരുക്കി ബസ്സുകൾ കയറ്റാതെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അവർ ഇത് മുഴുവൻ താറുമാറാക്കി അവരുടെ നിയന്ത്രണത്തിലേക്ക് എടുത്തു. ഇതിനെതിരെ 2020 ഹൈക്കോടതി സമീപിച്ചു. ഹൈക്കോടതി പോലീസ് സംരക്ഷണത്തിന് ഉത്തരവിട്ടു. ആ പോലീസ് സംരക്ഷണത്തിന് ഉത്തരവിട്ടപ്പോൾ ഹൈക്കോടതി പറഞ്ഞതായിരുന്നു, ആൾക്കൂട്ട ജനാധിപത്യത്തെ ഇല്ലാതാക്കിയ മതിയാവൂ. ഇക്കോട്ടർ ഇങ്ങനെ പോയാൽ, അവർ ശക്തി പ്രാപിച്ചാൽ അവർ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ പോലും അട്ടിമറിക്കുന്ന തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചേക്കാം. അതുകൊണ്ട് അതിന് വഴങ്ങരുതേ എന്ന് പറഞ്ഞാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. അതായത് സൗജന്യമായി 5 സ്റ്റാർ സൗകര്യത്തോടു കൂടി സാധാരണ മനുഷ്യർക്ക് എല്ലാം ഒരുക്കി കൊടുത്തപ്പോൾ, അവരുടെ പട്ടിണി മാറ്റാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തപ്പോൾ, അത് തച്ചുടച്ച് വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്ന CPM ഭീകരതയ്ക്കെതിരെ ഹൈക്കോടതി വടിയെടുത്തിരിക്കുന്നു. 2020 ആ നിയമയുദ്ധത്തിൽ ജയിച്ചിരിക്കുന്നു. അങ്ങനെ ജനാധിപത്യം ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു.